ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും ക്രിസ്മസ് ഈവാണ്. ഇപ്പം ഞാനിന്ന് സംസാരിക്കുന്നത് ക്രിസ്മസ് ഈവാണ്. രാവിലെ തന്നെ എഴുന്നേറ്റതേ ഞാൻ താമസിച്ചാണ്. കാരണം 2-3 ദിവസമായിട്ട് എനിക്ക് എൻ്റെ പല്ലിൻ്റെ വേദന, ഒരു പല്ലിത്തിരി കേടാണ്. അപ്പോൾ അത് ഈ ഒരു ദിവസം, ഈ അടുത്ത ദിവസങ്ങളിൽ അതിന് വേദന വന്നിട്ട് കംപ്ലീറ്റ് നീരായിപ്പോയി. ഇത് കണ്ട എൻ്റെ ഈ മുഖത്ത് കണ്ട, ദേ ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാകണ്ട, ഇവിടെയൊക്കെ നീര. അപ്പോൾ വേദന കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓയിൻമെൻ്റ് ഉണ്ട്, അത് പുരട്ടിയിട്ടുണ്ട്. കാരണം പപ്പയ്ക്ക് ഇവിടെ സ്ഥിരമായിട്ട് പല്ലുവേദന ഉണ്ടല്ലോ, അപ്പം പല്ലിടിപ്പിച്ച് കളയിലുണ്ട്. അതുകൊണ്ടാണ് പല്ലിങ്ങനെ വേദനയായിട്ട് നടക്കുന്നത്. ഞാൻ ഇടിപ്പിച്ച് കളയാൻ പോകുന്നത്, കാരണം എനിക്ക് പറ്റില്ല വേദന സഹിച്ച് നടക്കാനായിട്ട്. പപ്പ പറഞ്ഞത് പല്ലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഞരമ്പിനൊക്കെ കേടണതുകൊണ്ട് മാക്സിമം അതിനെ സംരക്ഷിച്ച് പോകുക എന്നാണ് പപ്പ എപ്പോഴും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പപ്പയ്ക്ക് പറ്റുന്ന മരുന്നുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് പപ്പ എനിക്ക് തന്നു. ഞാനത് പറ്റിയിട്ട് നന്നായിട്ടൊക്കെ തന്നെ വേദന കുറഞ്ഞു. പക്ഷേ നീരിങ്ങനെ വന്നിട്ട് മോണയിലൊക്കെ നിറയെ നീരാണ്. അപ്പോൾ അതിൻ്റേതാണ് ഈ ഒരു ബൾജിങ് കാണുന്നത് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ 2 ദിവസമായിട്ട് ആ ഒരു അവസ്ഥ. പിന്നെ നമ്മളെല്ലാ വർഷവും ക്രിസ്മസിന് ഇവിടെ ഒരുപാട് ഡിഷസ് ഉണ്ടാക്കണം, നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ ഇത്തവണയും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ചേച്ചിയുടെ ക്രിസ്മസ് വ്ലോഗ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിങ്ങിലാണെന്ന്. പക്ഷേ ഇത്തവണ ഉണ്ടാക്കിയാലൊന്നും കഴിക്കാനൊന്നും ആരുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കില്ലല്ലോ ഇത്രയും ഫുഡുകൾ ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ വളരെ മിനിമം ഡിഷസ് മാത്രമേ ഞാൻ ഉണ്ടാക്കുള്ളൂ. ഇവിടെ പപ്പയൊക്കെ കഴിക്കുന്ന രീതിയിലുള്ള ഡിഷസ് ഞാൻ ഉണ്ടാക്കുള്ളൂ. പപ്പ കഴിക്കാത്ത രീതിയിലുള്ളതൊക്കെ ആയിരിക്കുള്ളൂ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത്. അതുണ്ടാക്കിയാലും റോജറിട്ട് കഴിക്കുകയില്ല. റോജറിന് ഇപ്പോൾ ജിമ്മിൻ്റെ കാര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, അവനൊരുവിധപ്പെട്ട ഫുഡുകൾ കഴിക്കണില്ല. അപ്പോൾ പിന്നെ വേറെ ആരും കഴിക്കാനില്ല. എനിക്കാണെങ്കിൽ പല്ല് വേദന കൊണ്ട് എനിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റില്ല. ഞാൻ ലിക്വിഡായിട്ടുള്ള എന്തെങ്കിലും കഴിച്ചിട്ടാണ്, അങ്ങനെ ജ്യൂസ് അങ്ങനെ കഴിച്ചിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണം. ചവക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. എങ്കിലും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്കതൊരു വിഷമം. പിന്നെ ഈ പറഞ്ഞ പോലെ റോജറും പോകാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ഒരു ശൂന്യത ഇനി വരുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു വിഷമമുണ്ട്. ഞാനത് പല വീഡിയോയിൽ നിങ്ങളടുത്ത് ഷെയർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര മൂഡ് ഓഫിലാണ് ഞാൻ ഈ ഇൻട്രോ ചെയ്യുന്നത് പോലും. സാധാരണ ക്രിസ്മസ് ഡേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, ഡേ അല്ല ഈവ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ രക്ഷയില്ല, എത്ര ഹാപ്പിയാകാൻ ശ്രമിച്ചിട്ടും ഒരു ശൂന്യത പോലെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സന്തോഷമാണ്. പിള്ളേരെല്ലാവരും നല്ല രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് സന്തോഷമുണ്ട്. പക്ഷെ ആരും അടുത്തില്ലാത്ത ആ ഒരു ഉത്സാഹക്കുറവ് അതാണുള്ളത് കേട്ടോ. കുട്ടികൾക്ക് വേറെ ഒരു തകരാറില്ല, എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അതൊക്കെ ശരി തന്നെയാണ്. നമ്മൾക്കും അവരുടെ ഉയർച്ചയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ സന്തോഷം. അതുകൊണ്ട് സന്തോഷം തന്നെയാണ്. പക്ഷേ നമ്മളുടെ ഒരു അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ കടന്നേക്കുന്നതാണ്. ഇനി നമ്മൾ പല പല ഘട്ടങ്ങളാണല്ലോ, ഓരോ ജീവിതം ഓരോ പ്രായത്തിനും പല പല ഘട്ടങ്ങൾ. അതിലൊരു ഘട്ടമുള്ളത് ഭാര്യയും ഭർത്താവ് ഒറ്റക്കായി പോകുന്നൊരു ഘട്ടം. അത് ഇക്കാലത്താണ് കൂടുതൽ അങ്ങനെയല്ലേ. കാരണം എല്ലാവരും തന്നെ മക്കൾ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ദിവസം ആ ഒരു വിഷമത്തോടു കൂടി നിൽക്കുന്നൊരു ദിവസം. എങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഭയങ്കര വലുതാണ് കേട്ടോ. കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയിപ്പോയി ഞാൻ. വീഡിയോ ഇടാതെ എനിക്കൊരു ജോലി, ഞാനൊന്ന് വീഡിയോ ഷൂട്ടിങ് ഒന്നും ചെയ്യണില്ല. ഇത്തിരി ആയിട്ട് ഓരോന്നും ഷൂട്ട് ചെയ്ത് അത്രേ ചെയ്തുള്ളൂ. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു, അയ്യോ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ വീട്ടിലിരുന്ന് ചെയ്യുന്നത് കൊണ്ടല്ലേ ഞാൻ ഇത്ര എൻഗേജഡായിട്ട് ചിന്തകളിൽ നിന്നൊക്കെ മാറുന്നത്. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് മനസ്സിലായത് ഈ 2 ദിവസം ഞാൻ വീഡിയോ ഒന്നും അധികം എടുക്കാതെ വീഡിയോ അപ്ലോഡ് ചെയ്യാതെയൊക്കെ അങ്ങനെ നടന്നപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. നല്ലതുണ്ടെങ്കിൽ ഇനിയത്തെ ഈ ശൂന്യതയുള്ള ഈ ഒരു അവസ്ഥയിൽ ഭയങ്കര വിഷമമായി പോകും ഞാൻ വീഡിയോ കൂടി ചെയ്തില്ലെങ്കിലെന്ന് എനിക്ക് തോന്നി. ഏതായാലും നിങ്ങൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരും ഇല്ലെന്നുണ്ടെങ്കിലും ചേച്ചി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, ഞങ്ങൾ കാണാം എന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. കാരണം ഞാൻ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ കമൻറ്റ് ബോക്സിലൂടെ എല്ലാവരും നമ്മളുടെ അടുത്ത് സംസാരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീഡിയോ മുടങ്ങാതെ ചെയ്യണമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. വ്യൂസ് കിട്ടിയാലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മൾ എൻഗേജ്ഡായി, അത് തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പപ്പ കുറച്ച് ബീഫും ഒക്കെ മേടിച്ചത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ചെയ്തിട്ട് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ കുറച്ചത് കപ്പ കാലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇന്നലെയൊക്കെ ആയിട്ട് മേടിച്ചു കൊണ്ടുവന്നത്. അധികം സാധനങ്ങളില്ലല്ലോ. അപ്പോൾ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ ഇപ്പം തന്നെ ചെയ്ത് തീർക്കുന്ന പണികൾ, നാളത്തേക്ക് ഒരു പണി ഉണ്ടാവില്ല മിക്കവാറും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കണേണ്. ഇനിയിപ്പോൾ
വൈകുന്നേരം രാത്രി നമ്മളുടെ മിഡ് നൈറ്റും മാസിന് വേണ്ടിയിട്ട് പോകണം, അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. പിറ്റേ ദിവസം ക്രിസ്മസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ക്രിസ്മസ് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഈവിലെ കാര്യങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾക്ക് ക്രിസ്മസ് ഈവിലെ കാര്യങ്ങളിലേക്ക് കടക്കാം. അത്യാവശ്യം വേണ്ട ഒരു ഇത്തിരി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ആകെ മേടിച്ചത് 2 കിലോ ബീഫും 1/2 കിലോ കരളും മാത്രമാണ്. പിന്നെ നമ്മൾ പതിവ് പോലെ ചിക്കൻ ഇവിടെ സ്ഥിരമായിട്ട് മേടിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ റൂബിക്ക് വേണ്ടിയിട്ടും റോജറിന് വേണ്ടിയിട്ടും. അപ്പോൾ അതുപോലെ 2 ചിക്കനും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത്തവണ ചെറിയൊരു നെയ്യ് മേടിച്ച്, കാരണം 1/2 കിലോയുടെ നെയ്യ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ജിയോ മാർട്ടിൽ. പക്ഷേ ആ സാധനം വന്നത് പൊട്ടി ലീക്കായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്ത് തിരിച്ചഴിച്ച്. അപ്പോൾ പിന്നെ ഇനി റോജർ പോകുന്നതുകൊണ്ടും എനിക്ക് ഇനി കൂടുതൽ നെയ്യിട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ചെറുതൊരു നെയ്യ് മതി എന്ന് പറഞ്ഞു. ചെറുതങ്ങനെ മേടിക്കാറില്ല, അപ്പം തന്നെ തീരുവേ. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ച് തന്നെ ഒരു കുഞ്ഞു നെയ്യും കൂടി പപ്പനെ കൊണ്ട് മേടിപ്പിച്ച്. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പല്ലുവേനായതുകൊണ്ട് തന്നെയും എനിക്കിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും എല്ലാം കൂടിയിട്ട് ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. 3 ദിവസമായിട്ട് ഞാൻ അങ്ങനെ വീഡിയോ 2 ദിവസത്തിൽ കൂടുതൽ അങ്ങനെ ഒരു ലീവ് എടുത്തിട്ടില്ല. ഇതിപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ 2-3 പേര് എനിക്ക് കമൻറ്റ്, പഴയ വീഡിയോൻ്റെ കീഴിൽ കമൻറ്റിൽ കയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ചേച്ചിനെ കാണാത്തത്, എന്താണ് വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം നമ്മളുടെ വീഡിയോ കാണാതെ ആകുമ്പോൾ നമ്മളുടെ ഫോൺ നമ്പറൊന്നും കോണ്ടാക്ട് ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് അവർ കമൻസ് സെക്ഷനിൽ കയറിയിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പപ്പക്കും എനിക്കും കൂടിയിട്ട് ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കേണ്ട ഈ സംഭവം ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. ഈ ക്യാരറ്റും എല്ലാം കൂടി ഉപ്പുമാവ് ഉണ്ടാക്കാൻ തന്നെ. എന്നിട്ട് പോയിട്ട് റവ നോക്കിയപ്പോഴത്തേക്കും റവയില്ല. പിന്നെ അതങ്ങനെ തന്നെ ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങനെ തന്നെ മാറ്റിയാണ്. അത് ഇന്ന് പുറത്തെടുത്തിട്ട് വേഗം അപ്പോൾ ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ കട്ട് ചെയ്യാനൊന്നും നിന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ റവ നോക്കിയപ്പോൾ റവ കാണാതായിട്ട് പിന്നെ ഞാൻ പപ്പക്ക് ഓട്സ് കാച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കണേ. അപ്പോൾ ഉപ്പുമാവ് നല്ല കട്ട പോലെ ഇങ്ങനെ അധികം വെള്ളമില്ലാതെ തന്നെ ആക്കിയിട്ട് ഒരിത്തിരി വെള്ളം ഇങ്ങനെ നടുക്കൊഴിച്ചിട്ട് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവ് ഇട്ടോട്ടാ. ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞ് പോകുകയില്ല, നല്ല പുട്ട് പോലെ ഇരിക്കണം ഉപ്പുമാവ് ഇട്ടോട്ടാ. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തുനിന്നൊരു പാക്കറ്റ് ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വാലടിയുടെ ഒരു ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട്. വാലടി ഒരു ഭാഗം കൂടി ഇനി ഫ്രീസറിലുണ്ട്. പിന്നെ ഇപ്പം മേടിച്ച ചിക്കനും കരളും കപ്പയുമാണത്. അപ്പോൾ ഇത്രയും സാധനങ്ങളുള്ള നമ്മൾ ഓരോ ക്രിസ്മസിനൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്, നിങ്ങൾ കാണുന്നത്. ഇത്തവണ കഴിക്കാൻ എനിക്ക് പല്ലുവേദന ചെയ്തുകൊണ്ട് എനിക്കൊട്ടും തന്നെ ഒന്നും കഴിക്കാൻ പറ്റണില്ല. പിന്നെ റോജർ കഴിക്കണമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. എങ്കിലും പാപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇത്തിരി ചോറും കറികളൊക്കെ ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കരളും ബീഫൊക്കെ മേടിച്ചത്. അപ്പോൾ കരൾ ഞാൻ ഇത്തവണ ഉപ്പും മഞ്ഞളും വിനാഗിരിയും കൂടി ചേർത്ത വെള്ളത്തിൽ ആണ് വേവിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊന്നുമില്ല, കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെ പച്ചക്ക് തന്നെ കുറച്ച് നേരം പുറത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കേടാവും. അതുകൊണ്ട് നമ്മൾ വേഗം അങ്ങോട്ട് വേവിച്ച് മാറ്റണേണേ. അതിനാണ് വേഗം ഞാനത് അങ്ങോട്ട് വേവിക്കാൻ വെച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ഈ സൈഡിൽ കാണിക്കുകയെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളുടെ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം ഇത് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട്, അതായത് പീൽ ചെയ്ത് കഴുകിയെടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ എല്ലാ പരിപാടിക്കും വേണ്ടത് എടുത്ത് വെച്ച് അത് ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ഇത്തിരി ചതച്ച് ഇട്ടാൽ മതിയില്ല എന്ന് വിചാരിച്ചാൽ ഒന്നും അരിഞ്ഞില്ല. സവാള ഏതായാലും കട്ട് ചെയ്ത് വെച്ച് ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത്. പലതിനും പല ടൈപ്പിൽ നമുക്ക് ചിലതിന് ചോപ്പ് ചെയ്തൊക്കെ എടുക്കണമല്ലോ, അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എല്ലാം നീളത്തിൽ തന്നെ അരിഞ്ഞ് വെച്ചേക്കണത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സൈഡിൽ ഞാൻ കാണിച്ചത്. അത് 2 ദിവസം മുന്നേ ഞാൻ ചെയ്ത് വെച്ചതായിരുന്നു. ഇപ്പം ഞാൻ 3 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഇടയ്ക്ക് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ.
അത് നമ്മൾ ഒറ്റക്ക് എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ച് ചെയ്യേണ്ട സമയങ്ങളിൽ ഇതുപോലെ കുറച്ച് ഫുഡുകൾ കൂടുതൽ ഉണ്ടാക്കേണ്ട സമയത്തൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാം. നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആളെന്നുണ്ടെങ്കിൽ അന്നേ ദിവസം തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫ്രഷ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി ചെയ്ത് നമ്മൾ ടയർഡാകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ചില വീടുകളിലൊന്നും ഇങ്ങനെ സമ്മതിക്കില്ല, അരിഞ്ഞൊന്നും വെക്കാൻ സമ്മതിക്കില്ല. പക്ഷെ അത് നമ്മളോടുള്ള അത് അങ്ങനെയുള്ള നിർബന്ധം പിടിക്കുന്ന ചില വീടുകളിൽ അത് സ്ത്രീകളോട് കാണിക്കുന്ന ഒരു ക്രൂരതയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവർ എന്തെല്ലാം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യും. ഒരുപാട് ആളുകൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു കണക്കിനാണ് ഞാൻ ചെയ്തു വെക്കണത്. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പപ്പയും റോജർ ആരും വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം ചെയ്തു വെച്ചതുകൊണ്ട് എനിക്കിത് ഇങ്ങനെ എടുത്തിട്ടാൽ മതി. അപ്പോൾ ആദ്യം ഞാൻ കരൾ വേവിക്കാൻ വെച്ച്, അടുത്തത് ഈ 2 കിലോ ബീഫിൻ്റെ അകത്തുനിന്ന് ഒരു ഭാഗം ബീഫ് എടുത്തിട്ട് വിന്താലും ഇറച്ചിയാണ് വെക്കണത്. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം കൂടി. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് പച്ചമുളകൊന്ന് അരിഞ്ഞു വിട്ടിട്ടുണ്ട്. സവാള അരിഞ്ഞത് ഇത്തിരി അങ്ങോട്ട് പെറുക്കിയിട്ടാൽ മതി, നമുക്ക് ഭയങ്കര എളുപ്പം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും വിനാഗിരി ഇട്ടിട്ട് കഴുകി വെച്ച ഇത്തിരി വലിയ പീസസ് ആയിട്ടുള്ള ബീഫും കൂടിയിട്ട് നന്നായിട്ട് പുരട്ടി. അപ്പോൾ ഈ തിരക്കുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതിനകത്തേക്ക് താളിച്ച് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറേ കറികളുള്ളതല്ലേ. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് മാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് താളിച്ചൊക്കെ ഇടാനുള്ള ടൈം കിട്ടും. അപ്പോൾ അത് താളിച്ചിടാത്തതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിലും മിക്കവരും വെളിച്ചെണ്ണ ഇട്ട് വേവിക്കും, എന്നിട്ട് വീണ്ടും താളിച്ചൊഴിക്കുക. അപ്പോൾ കൂടുതൽ എണ്ണയായി പോകും. അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും താളിച്ച് നേരം കളയാതിരിക്കാനായിട്ട് അത് വെളിച്ചെണ്ണയും വേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വെച്ച് വേവിക്കലുണ്ട്. അപ്പോൾ അത് ഇരുന്ന് വേകട്ടെ. കരളും 2 സാധനങ്ങളും 2 കുക്കറിൽ ഇരുന്ന് വേകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇനി അടുത്ത ബീഫ് എനിക്ക് അരിഞ്ഞു വെക്കാനുള്ളത് മൊത്തത്തിൽ ബാക്കിയുള്ള പകുതിയിൽ കൂടുതൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടിയിട്ട് ഒന്നിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വേവിക്കണം. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു ഭാഗം റൂബിക്കും കൂടി വേവിക്കണം. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുള്ളതാണ് ഇത്. അതിനകത്തേക്കും ഇങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് പച്ചമുളക്, സവാള എല്ലാം ഭയങ്കര ഈസിയാണ് ഇങ്ങനെ എടുത്തിടാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചേക്കണമുണ്ട്. എന്നിട്ട് നമ്മൾ എല്ലാ ഇറച്ചിയും കൂടി ഇട്ടിട്ട് ഉപ്പും കൂടി ചേർത്ത് മഞ്ഞൾ ചേർക്കണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റ്യൂ ഉണ്ടാക്കാനും കൂടിയുള്ള ഒരു ഇറച്ചിയാണിത്. അപ്പോൾ സ്റ്റ്യൂവിന് എനിക്ക് യെല്ലോ കളർ വരുന്നത് ഇഷ്ടമില്ല, അതുകൊണ്ട് മഞ്ഞൾ ചേർക്കണില്ല. അപ്പോൾ അത് റൂബിക്ക് ഞാൻ അതിൻ്റെ മീതിൽ ഉപ്പൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ കുക്കറിൽ വേണമെന്നുണ്ടെങ്കിൽ വേവിക്കാം. പക്ഷേ ഈ കുക്കറിൽ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി വെച്ചിട്ട് വേവിക്കാൻ വെച്ച് ഇനി അപ്പോൾ ആ 3 കുക്കറിലെ കാര്യങ്ങളും അവിടെ ഇരുന്നിട്ട് വേഗം. അപ്പോൾ എനിക്കിനി ചോറ് കൂടിയിട്ട് ഇതിൻ്റെ ഇടയിൽ വെക്കാനുണ്ട്. അപ്പോൾ ഇത് ഒരു ബർണർ എൻ്റെ പണി കഴിയുമ്പോഴേ ചോറ് വെക്കാൻ പറ്റുള്ളൂ. കാരണം 3 ബർണറല്ലേ ഉള്ളു. അപ്പോൾ 3ലും സാധനങ്ങളുണ്ട്. അപ്പോൾ കുക്കറിൽ ചോറ് വെക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അപ്പോൾ ഇനി അടുത്തത് കുക്കറിലേക്ക് ചോറ് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ജോലികൾ എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വാലടി എടുത്ത് ഫ്രിഡ്ജിൽ 2 ബോക്സിൽ വെച്ചിട്ടുണ്ട്. നമ്മളന്ന് കുറേ അധികം മേടിച്ചില്ല, 2.5 കിലോ. ഈ വാലടി സൂപ്പൊന്നും ഞങ്ങളാരും കഴിക്കുമൊന്നുമില്ല കേട്ടോ. അത് പപ്പ മാത്രമേ കഴിക്കണത്. പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ കഴിക്കില്ല. അപ്പോൾ ഈ വാലടി സൂപ്പിൻ്റെ അത് വെച്ചിട്ട് നമുക്ക് കപ്പ ഇട്ടിട്ട് എല്ലാം കപ്പയും ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ ഇട്ടിട്ടുള്ള ഇറച്ചി. അതായത് അതിനകത്തുള്ള കപ്പ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതാവുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഈ വാലടി വെച്ചിട്ട് കപ്പയും ഇറച്ചി അല്ലെന്നുണ്ടെങ്കിൽ എല്ലും കപ്പയെന്നൊക്കെ പറയില്ലേ, ആ സംഭവം. അപ്പോൾ അത് വെക്കാൻ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായത്. പക്ഷേ ഈ പല്ലിൻ്റെ പ്രശ്നം കൊണ്ട് അതെങ്ങനെ കഴിക്കാൻ പറ്റുമെന്നറിയില്ല. എങ്കിൽ തന്നെയും അത് ഏതായാലും ഈ ഒരു സ്പെഷ്യൽ ഡിഷായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ചീനച്ചട്ടി തന്നെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ചീനച്ചട്ടിയിലുള്ള ഉപ്പുമാവൊക്കെ മാറ്റിയപ്പോൾ ഞാൻ കഴിക്കാൻ പോണേ ഉള്ളു. അത് അത്രയൊന്നും കഴിക്കാൻ പറ്റില്ല, ഉള്ളത് ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മുടെ യൂട്യൂബ് നോക്കിയിട്ട് സ്നേഹപ്രവാഹം യൂട്യൂബിൽ നിന്നൊക്കെ വെച്ച് അത് റേഡിയോയിലൂടെ കേട്ട്, സ്പീക്കറുണ്ടല്ലോ, അപ്പോൾ ആ സ്പീക്കറിലൂടെ കേട്ടുകൊണ്ട് അങ്ങനെ ജോലികൾ ചെയ്യുമ്പോൾ ഒരു സന്തോഷം, മനസ്സിന് ഒരു സമാധാനം, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തുണികൾ വാഷ് ചെയ്തതും മടക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മളുടെ വീട്ടിൽ നിന്ന് ഈ കുട്ടികളൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് ഓരോരുത്തർ പോകുമ്പോൾ മാതാപിതാക്കൾ ഒറ്റപ്പെടുന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എല്ലാ വീടുകളുടെയും തന്നെ. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ മാതാപിതാക്കൾ എപ്പോഴും
ഏതെങ്കിലുമൊക്കെ മക്കൾ കൂടെ ഉണ്ടാകും, മാറി താമസിച്ചാൽ അവരെല്ലാവരും ഒക്കെ വരും ഇടക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. പണ്ട് പറഞ്ഞിട്ട് ഒരു വിളിപ്പാടകലെയാണ് എല്ലാവരും താമസിക്കണമെന്ന് പറയും. ഇപ്പം അങ്ങനെയൊന്നുമല്ല. നോക്കത്താ ദൂരത്ത് കയ്യെത്താ ദൂരത്തൊക്കെയാണ് എല്ലാവരും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വരാൻ ആർക്കും തന്നെ സാധിക്കില്ല. അപ്പം നമ്മൾക്കുള്ളിൽ വിഷമമുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് നമ്മളതങ്ങോട്ട് സഹിക്കും. അങ്ങനെയുള്ള ചെയ്യുന്നത്. അവരുടെ മക്കൾക്ക് വേണ്ടിയും അങ്ങനെ സഹിക്കേണ്ടവർ തന്നെയാണ്. നമ്മളതും കൂടി ഒന്ന് ചിന്തിക്കണം. അല്ലാതെ നമ്മളുടെ സഹനം ഭയങ്കര വലുതാണെന്ന് വിചാരിക്കേണ്ട. നമ്മളെക്കാൾ കൂടുതൽ സഹനം അവർ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് നേരിടേണ്ടി വരും. അപ്പോൾ അതുകൂടി ഒന്ന് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ എല്ലിൻ്റെ ഇടയിൽ ഞാൻ വേവിക്കാൻ വെക്കണേ കേട്ടോ. എല്ലും ഇതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാളയിൽ ഇട്ട് അങ്ങോട്ട് വേവിക്കണേണ്. അത് കഴിഞ്ഞിട്ട് മസാലകളെല്ലാം ചേർത്തിട്ട് കപ്പയും കൂടി ചേർത്ത് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അതും കൂടി ഒന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു സംഭവമില്ലേ, ഒരു ആൾ, അയാളുടെ ഭാര്യയും മരിച്ചുപോയി, അയാൾക്ക് ആകെ ഒരു മകനേ ഉള്ളൂ. മകൻ വിദേശത്ത് സെറ്റിൽഡുമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ബന്ധുക്കൾ വന്ന് വിസിറ്റിങ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ പത്രം ഇങ്ങനെ എല്ലാ ദിവസവും വരുത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പത്രക്കാരൻ ചെക്കൻ വന്നപ്പോൾ പത്രം ഇടുന്ന ആ ഒരു മെയിൽ ബോക്സ് ഇല്ലേ, അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കണേ, തുറക്കാൻ പറ്റില്ല, ലോക്കാണ്. അപ്പോൾ ഈ കൊച്ച് എന്ത് പറ്റിയെന്നാവോ ഇത്, അന്ന് പിന്നെ ആളെ നേരിട്ട് വിളിച്ച് കൊടുത്തേക്കാം, പത്രം പുറത്തിടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് വാതിലിൽ മുട്ടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് വാതിൽ തുറന്ന്, ഈ പ്രായമായ ആൾ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ്, എന്താണ് മെയിൽ ബോക്സ് പൂട്ടി വെച്ചേക്കണത്, എനിക്കിതൊരു ബുദ്ധിമുട്ടായല്ല, ഇപ്പം എൻ്റെ ടൈം കുറേ പോയി, കാരണം ഞാൻ ഒത്തിരി വീടുകളിലേക്ക് ഇത് പത്രങ്ങൾ എത്തിക്കാനുണ്ട് എനിക്ക്, അപ്പോൾ പേപ്പർ ബോയാണ്, പത്രങ്ങൾ എത്തിക്കാനുണ്ട്, അതുകൊണ്ട് മെയിൽ ബോക്സ് തുറന്നിടണോട്ടാന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞില്ല, ഇനി മെയിൽ ബോക്സ് ഞാൻ തുറന്നിടണില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ചോദിച്ചാൽ അതെന്താണ്, നീ എല്ലാ ദിവസവും ഇവിടെ വരണം, വന്നിട്ട് വാതിലിൽ മുട്ടണം, അപ്പം ഞാൻ വന്ന് പത്രം മേടിച്ചോളാം, എൻ്റെ കയ്യിൽ നീ പത്രം തരണമെന്ന് പറഞ്ഞ്. അയ്യോ, അത് നടക്കണ കാര്യമല്ല, എനിക്ക് ഒരുപാട് ടൈം പോകും, എനിക്കിത് കഴിഞ്ഞിട്ട് വേറെ ജോലിക്ക് പോകാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് എല്ലായിടത്തും പത്രം എത്തിച്ചിട്ട് എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് പറയും. അവ പറഞ്ഞ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ 500 രൂപ എല്ലാ മാസവും കൂടുതൽ തന്നേക്കാം, പത്രത്തിൻ്റെ പൈസ പെടാതെ 500 രൂപ ഈ ഒരു ജോലി എന്നുള്ള കണക്കിന് തന്നേക്കാം എന്ന് പറയും. അപ്പോൾ പറഞ്ഞ്, അതെന്തിനാണ്, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ താമസിക്കണത്, അപ്പം നീ എല്ലാ ദിവസവും പത്രം എല്ലാ ദിവസവും ഉണ്ട്, വിശേഷ ദിവസങ്ങളിൽ മാത്രമേ പത്രം ഉണ്ടാകാതിരിക്കുള്ളൂ, മറ്റുള്ള എല്ലാ ദിവസവും പത്രമുണ്ട്, നീ ദിവസവും വന്ന് വാതിലെ മുട്ടി ഞാൻ വന്ന് പത്രം മേടിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിനക്ക് കാണാമല്ല, അതുകൊണ്ട് ഈ ഫോൺ നമ്പർ പിടിച്ചു, ഇതെൻ്റെ മകൻ്റെ ഫോൺ നമ്പറാണ്, നീ ഏത് ദിവസമാണ് വന്ന് മുട്ടുമ്പോൾ ഞാൻ വാതിൽ തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഈ ഫോൺ നമ്പറിൽ വിളിച്ചൊന്ന് അറിയിച്ചേക്കണം, അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല ഞാൻ മരിച്ചെന്ന് മറ്റൊരാളെ അറിയിക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ തന്നെ വിളിച്ച് പറയണമല്ലോ, അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വിളിച്ച് പറയാൻ പറ്റില്ല, അതുകൊണ്ട് നീ വിളിച്ച് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് ഈ നമ്പർ കൊടുക്കുന്നതായിട്ടാണ് ആ ഒരു സ്റ്റോറി. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പുതിയ തലമുറയുടെ ജീവിതങ്ങൾ എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് പണികളൊക്കെ ചെയ്തിട്ട് ഞാൻ 2 തേങ്ങ ചിരണ്ടി. അപ്പോൾ ഈ 2 തേങ്ങ ചിരണ്ടിയപ്പോഴത്തേക്ക് അത് കൂടുതലിങ്ങനെ വിട്ടൊക്കെ പോകുന്നിട്ടാ, പീസസായിട്ട്, വലിയ പീസസായിട്ട് വിട്ടൊക്കെ പോകുന്നു. അപ്പോൾ ആ സമയത്ത് റൂബി അവിടെ വന്നിരിക്കും തേങ്ങ ഇടുന്ന സമയത്ത്. ഞാനവിടെ ഇരുന്നാൽ അപ്പം ഓടി വരും, എപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ അങ്ങനെ ഓടി വന്നിട്ട് ആ കാച്ചോട്ടിലിരിക്കും, അത് അവളുടെ സന്തോഷം. അത് കഴിഞ്ഞ് തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞെടുത്തിട്ട് അപ്പോൾ സ്റ്റ്യൂവിന് വേണ്ടിയിട്ടും കരൾ കറിക്ക് വേണ്ടിയിട്ടുമാണ് തേങ്ങാപ്പാൽ എടുത്തേക്കണത്. അപ്പോൾ കരൾ കറിക്ക് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴറ്റി, അധികമല്ല കുറച്ചൊന്ന് വഴറ്റിയിട്ട് മല്ലിപ്പൊടി, പേരിന് ഇത്തിരി മുളക് പൊടിയും കുരുമുളക് കൂടുതലും, പിന്നെ പച്ചമുളകിൻ്റെ എരിവ, പിന്നെ ഗരം മസാല, ഇത്രയും സാധനം ഇട്ട് നല്ലതായിട്ടൊന്ന് മൊരിയിച്ചിട്ട് അതിനകത്ത് തേങ്ങാപ്പാൽ, ഇടപ്പാൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കരളിട്ടിട്ട് ഉപ്പും വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് കുറുകുന്നവരെ വേവിച്ചിട്ട് ഏറ്റവും അവസാനമാണ് നമ്മളിനി അതിനകത്തേക്ക് 1-ാം പാൽ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇറക്കണത്. അപ്പോൾ കരളിൻ്റെ അത് ആദ്യം ഞാൻ അധികം പാൽ ഒഴിച്ചില്ല, ഇടപ്പാൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ചില കരൾ ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകാൻ തുടങ്ങും, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ചാറായിപ്പോവും. അപ്പം അതുകൊണ്ട് വെള്ളമില്ലാത്ത കരളാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള തേങ്ങാപ്പാലെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ 2-ാമതൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് നമുക്ക് 1-ാം പാൽ ഒഴിച്ച് ഇറക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു സ്റ്റ്യൂവിനും കട്ട്ലറ്റിനും വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്
അതെല്ലാം ഞാൻ ഇത്തവണ പുഴുങ്ങിയിട്ട് പീൽ ചെയ്യാൻ നിന്നില്ല. പീൽ ചെയ്തതിന് ശേഷം പീസസായിട്ട് ആവിച്ചെമ്പിയിൽ അത് നമ്മുടെ സ്റ്റീമറിലേക്ക് വെച്ചിട്ട് വേവിക്കാൻ വെച്ച്. അപ്പോൾ എനിക്ക് കയ്യോടെ അതങ്ങോട്ട് എടുത്തിട്ട് വേഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കൈ പൊള്ളിക്കൊണ്ട് നമ്മളത് ഞാൻ ഇങ്ങനെ നമ്മുടെ ഫോർക്കിൽ കുത്തിയൊക്കെ പിടിച്ചിട്ട് കൈ പൊള്ളാതെയൊക്കെ എടുക്കണുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മെനക്കെടണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഇത്തവണ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം നമ്മൾ ആ നേരം കൊണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞല്ലേ ഇടപ്പാൽ വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് വറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം സവാളയൊക്കെ വെന്തലിഞ്ഞ് ഉപ്പും ആ പുളിയും മധുരവും ഉപ്പും പുളിയും എരിവും എല്ലാം നമ്മുടെ കരളിൽ പിടിക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇത്തിരി കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതേ തലപ്പാൽ മാത്രം ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇറക്കി മാറ്റണേ. ഇനി അതവിടെ നിന്നിട്ട് നന്നായിട്ട് തിക്കായിട്ട് വരികയും ചെയ്യും. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പയും എല്ലും ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് ചില സമയത്ത് ചില ബോധക്കേട് വരും. അങ്ങനെ ഒരു ബോധക്കേട് വന്നാണ് ഈ ചീനച്ചട്ടി കഴുകിക്കൊണ്ട് വന്നിട്ട് ഉപ്പുമാവ് വെച്ചില്ലേ അതിൻ്റെ ഇത് പറ്റൂല എങ്കിലും ഞാനിതെടുത്ത് പറ്റുമോ എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നമ്മൾ ഇറച്ചിക്കറി വെക്കൂലേ അതുപോലെ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് സവാള ഒന്നും വഴറ്റി നേരം കളയണില്ല, അധികം എണ്ണയും ഇടണില്ല. സവാളയൊക്കെ വഴറ്റുമ്പോൾ കുറേ കൂടി എണ്ണ വേണം. കാരണം നമ്മൾ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടാണ് എല്ല് വേവിച്ചേക്കണത്. ഇനി അപ്പോൾ ആ ഒരു എല്ലെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കപ്പയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ ബർണർ വേണം. അതുകൊണ്ട് ഞാൻ ഈ ഉരുളക്കിഴങ്ങിൻ്റെ അത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെറിയ ഫ്ലെയിമുള്ള ഇതിലേക്ക് ആക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ അങ്ങനെ മാറ്റി എല്ല് വെന്തത് ഇട്ടിട്ടുണ്ട്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഈ കപ്പ ഞാൻ പല്ല് വേദനയാണെങ്കിൽ പോലും ഞാൻ ടേസ്റ്റ് ചെയ്ത് ഇത്തിരി കഴിച്ച് നോക്കി, ഭയങ്കര ടേസ്റ്റായിരുന്നു. പപ്പക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിരുന്നു ഞാനിന്ന് ഉണ്ടാക്കിയതിൽ. അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ വേഗം മാറ്റി കേട്ടോ. പിന്നെ കപ്പ ഞാൻ നിങ്ങളെപ്പോഴും പറഞ്ഞ പോലെ ഇത് അതിൻ്റെ കട്ടൂറ്റി കളയാനോ ഒന്നും നിന്നില്ല. അങ്ങനെയൊക്കെ ഞങ്ങളങ്ങനെ സാധാരണ ചെയ്യാറില്ല ഒന്നാമത്. പിന്നെ അതിനൊക്കെ നേരെ ഒത്തിരി പോകും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നൊക്കെ എല്ലാവരും എനിക്ക് കമൻസിൽ പറയാറുണ്ടെങ്കിലും നമ്മളുടെ വീട്ടിലൊന്നും അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ അതേ ഞാൻ പാത്രം മാറ്റിയിട്ടാണ് വേഗം. കാരണം ആ കപ്പയെല്ലാം ഇതിനകത്തേക്ക് കൊള്ളൂലായിരുന്നു. അങ്ങനെ നമ്മുടെ 4 ലിറ്റർ കൊള്ളുന്ന പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും സംഭവം കൊള്ളാം. അതവിടെ പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി കപ്പയായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് ഒട്ടും ചാറൊന്നും ഇല്ലായിരുന്നു. കുറച്ചും കൂടി ചാറുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് എനിക്ക് തോന്നി. പെട്ടെന്നത് കപ്പ ആയിട്ടങ്ങനെ കുറുകിപ്പോയി ശരിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ നേരം കൊണ്ട് ഈ സംഭവമൊക്കെ വെന്ത് നമ്മുടെ ക്യാരറ്റ് ഏറ്റവും ഇട്ടേക്കണത് ക്യാരറ്റും വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ക്ലീനിങ് ചെയ്യണുണ്ട് കേട്ടോ. അല്ലാതെ എല്ലാം കൂടി അങ്ങോട്ട് കഴിയട്ടെ എന്നിട്ട് ക്ലീൻ ചെയ്യുക എന്ന് എനിക്ക് പറ്റില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുവിധം നല്ല വൃത്തിയായിട്ട് ഇളക്കുമ്പോൾ പിന്നെ അടുത്ത പണി ചെയ്ത് വീണ്ടും അവിടെ അലങ്കോലവും. അപ്പോൾ ഒന്നുകൂടി വൃത്തിയാക്കും. പിന്നെ നമ്മളുടെ കിച്ചണിൽ അധികം കൗണ്ടർ ടോപ്പിൻ്റെ മീതിൽ അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഫുഡ് വെക്കുന്ന സമയത്ത് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം ഇങ്ങനെ മാറ്റണം. അവിടെ നിന്ന് നമുക്ക് ഇറക്കി ഇങ്ങനെ വെക്കാനുള്ളൊരു സൗകര്യമില്ല. ഇപ്പം ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടോടുകൂടി തന്നെ ഇറക്കിയിട്ട് അവിടെ വർക്ക് ഏരിയ കൊണ്ടേ വെക്കും. ചൂടുള്ളതുകൊണ്ട് അതിനകത്തേക്ക് ആരും ഒന്നും എത്തി നോക്കാൻ വരില്ല. എന്നിട്ട് ഇവിടുത്തെ ജോലികളെല്ലാം കഴിയുമ്പോൾ അവിടെ നിന്നെടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുവന്ന് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആ ചിക്കൻ എടുത്തിട്ട് നമ്മുടെ ഇത്തിരി ബിരിയാണി ഉണ്ടാക്കാനുള്ള മാരിനേഷനാണ് ചെയ്യണത് കേട്ടോ. ദം ബിരിയാണി. അപ്പോൾ നമ്മൾ ഗരം മസാലയും ഇത്തിരി പേരിനൊരു മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും തൈരും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഇത്തിരി തക്കാളിയും കൂടിയിട്ട് ഇട്ട് ഉപ്പും ചേർത്തിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോണേ. ഇതിനകത്തേക്ക് നമുക്ക് വറുത്ത സവാളയും കൂടി ഇടണം. ഇപ്പോൾ ഏതായാലും സവാള വറുക്കണില്ല ഞാൻ, കാരണം ബിരിയാണി ഉണ്ടാക്കണത് അടുത്ത ദിവസമാണ്. അപ്പോൾ ആ സമയത്ത് സവാള വറുത്തിട്ട് ഇതിനകത്ത് നമുക്ക് ആ പാത്രം തന്നെ യൂസ് ചെയ്യാം. ആ വറുത്ത പാത്രത്തിൽ തന്നെ നമുക്ക് ബിരിയാണി വെക്കാം. ഇപ്പോൾ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാത്രം കഴുകി മാറ്റണം. അടുത്ത ദിവസത്തേക്ക് നമ്മളത് അവിടെ വെക്കൂലല്ലോ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വറുത്ത സവാള അതിനകത്ത് ചേർത്തിട്ടില്ല, അതുകൂടി ചേർക്കണം. നേരെ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചപ്പോൾ ആ ഒരു പണി കഴിഞ്ഞു. ഇനിയുള്ളൊരു പണി നമ്മൾ ബീഫ് എല്ലാം കൂടി ഒന്നിച്ച് വേവിച്ചേക്കണില്ലേ. അപ്പോൾ റൂബിക്കുള്ളതെടുത്ത് ഞാൻ വേഗം മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂബി കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത്തിരി കരൾ അരിഞ്ഞതും ഒക്കെ എല്ലാം കൂടി ചേർത്തിട്ട് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഒരു കണക്കിന് കുറേ നേരം കൊണ്ടാണ് എടുത്തത്. അങ്ങനെ ഞാൻ ബീഫ് എടുത്തിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് ഊറ്റി മാറ്റി കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്.
അതിനുശേഷം പിന്നെ ഇനി ബാക്കിയുള്ളത് സ്റ്റൂവിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ സ്റ്റൂവിൻ്റെ പൊട്ടറ്റോയിൽ അരിഞ്ഞൊക്കെ അരിഞ്ഞ് വേവിച്ചേക്കണോണ്ട് തന്നെ നമുക്കത് വേഗം എടുത്തിട്ടാൽ മതി കേട്ടോ, വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിൻ്റെ പീസസ് എടുത്തിട്ട് ഇത്തിരി ഇടപാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തേക്കണേ. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്റ്റൂവിൽ നല്ലൊരു കൊഴുപ്പ് കിട്ടാനായിട്ട്, മൈദ ചേർക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഇത് നേരത്തെ എല്ല് ഇട്ട അതേ സെയിം കടായി തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു വാശിയാണ്, എന്നാൽ പിന്നെ ഈ കടായി ഇതിന് വേണ്ടിയിട്ടെങ്കിലും ഉപയോഗിക്കണം എന്നും പറഞ്ഞിട്ട് അടുത്ത പരിപാടിക്ക് വേണ്ടി കടായി എടുത്തേക്കണേ കേട്ടോ. ചില സമയത്ത് അങ്ങനെയാണ്, നമ്മൾ ഭയങ്കര കട്ട ആറ്റിറ്റ്യൂഡ് കാണിക്കും, പൊട്ടത്തരത്തിന് വേണ്ടി ആറ്റിറ്റ്യൂഡ് കാണിക്കും. അപ്പോൾ അന്നേ പിന്നെ ഇതുകൊണ്ട് അടുത്ത പണി ചെയ്തിട്ടേ ഉള്ളു കാര്യമെന്നും പറഞ്ഞിട്ട് സ്റ്റൂവിൻ്റെ പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മുഴുവൻ മസാല മാത്രമേ പൊട്ടിച്ചുള്ളൂ, സവാള ഒന്നും വഴറ്റാൻ നിന്നില്ല. സാധാരണ സവാള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വഴറ്റും. ഇതിപ്പോൾ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വേവിച്ചതല്ലേ, അപ്പോൾ പിന്നെ ഇനിയൊന്നും ചേർക്കണ്ട, പണിയും കുറഞ്ഞു കിട്ടും നമുക്ക്. ഇതൊക്കെ എളുപ്പപ്പണിയാണ്, പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പച്ചക്കറികൾ വേവിച്ചതും ബീഫ് വേവിച്ചതും എല്ലാം കൂടി ആ മസാലയുടെ ആ ഒരു എണ്ണ, അതിനകത്ത് ഇത്തിരി നെയ്യ് കൂടി ചേർത്തിട്ടാണ്, വെളിച്ചെണ്ണ നെയ്യും കൂടി, എന്നിട്ടത് ഇടപ്പാലിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് അടിച്ചതും എല്ലാം കൂടി ചേർത്തിട്ട് അതിൻ്റെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്, അധികം മസാലയുടെ ടേസ്റ്റൊന്നും വേണ്ട സ്റ്റൂവിന്, വളരെ ലൈറ്റ് മതി. അത് അവിടെ നിന്ന് ഒന്ന് വെന്ത് വരുന്നിട്ട് വേണം ഏറ്റവും അവസാനം തലപ്പാൽ ഒഴിച്ചിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മൾ കട്ട്ലറ്റിൻ്റെ ബീഫ് ഒന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ കട്ട്ലറ്റിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് ചോപ്പ് ചെയ്തതാണ് ഏറ്റവും നല്ലത് സവാള. പക്ഷേ ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ട്, നീളത്തിൽ തന്നെ അരിഞ്ഞേക്കണതാണ്. അത് കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾക്ക് എടുക്കാം. തിരക്കുള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ആകെ ബുദ്ധിമുട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ തലപ്പാലും ഒക്കെ ഒഴിച്ച് സ്റ്റൂ ആയി. അപ്പോഴും കണ്ട അത് നിറഞ്ഞേ നമ്മുടെ ആ ഒരു ചീനച്ചട്ടി നടുവിലെ സൈസാണ്. ഇതിൻ്റെ വലിയ സൈസുണ്ട്, അതെടുത്താൽ മതി എനിക്ക്, പക്ഷേ എടുക്കൂല ഞാൻ. അങ്ങനത്തെ ഒരു ചില സമയത്ത് നിങ്ങൾക്കും ഉണ്ടാവും അങ്ങനെ. അറിയാം അതിൽ കൊള്ളൂല്ല എന്നുള്ളത്, അതിനകത്ത് അത് അത്രയും വലിയ ചെറിയ പാത്രം പറ്റില്ല എന്ന് നമുക്ക് അറിയാം, എങ്കിലും നമ്മൾ ചെയ്യും അങ്ങനെ. ഇന്നത്തെ ദിവസം അതായത് നമ്മൾ പല്ലുവേനൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കുറേ പൊട്ടത്തരം കാണിക്കും ഞാൻ. അങ്ങനെ അതങ്ങോട്ട് മാറ്റി ഒരു ഫ്രൈ പാൻ വെച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും സവാള അരിഞ്ഞതും ഇട്ട് ഒന്ന് വഴറ്റി അതിനകത്തേക്ക്, അപ്പോൾ ഇത് അടിക്ക് പിടിക്കാൻ തുടങ്ങി, ഒട്ടും എണ്ണ ഇല്ലാത്ത, അപ്പോൾ ഇത്തിരി കൂടി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ആയിട്ട് പിന്നെ ഗരം മസാലയും ഒരു ഇത്തിരി മല്ലിപ്പൊടിയല്ല കേട്ടോ, മല്ലിപ്പൊടി ഞാൻ ഇടൂല കട്ട്ലറ്റിൽ. പേരിനൊരു ഇത്തിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പേരിനൊരു ഇത്തിരി മുളക് പൊടി, ഇത്രയാണ് എടുത്തേക്കണം കേട്ടോ. ഈ എടുത്ത് വെച്ചേക്കണം, നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാലയുടെ ബോട്ടിലുകളെല്ലാം അങ്ങോട്ട് കയറ്റാം. അതുകൊണ്ട് അങ്ങനെ നേരത്തെ എടുത്ത് വെച്ചിട്ട് ആക്കാൻ തുടച്ച് എടുത്ത് മാറ്റി വെച്ചതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ മിൻസ് ചെയ്ത ബീഫ് ഇട്ടിട്ട് കട്ട്ലറ്റ് ഉരുളക്കിഴങ്ങ് അതിനകത്തുനിന്ന് എല്ലാം നമ്മൾ ഒന്നിച്ചാണല്ലോ വേവിച്ചത്, അതിനകത്തുനിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് അത് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത്, എനിക്ക് ഉരുളക്കിഴങ്ങ് ഭയങ്കരമായിട്ട് അരഞ്ഞ് ചേരുന്നത് ഒട്ടും ഇഷ്ടമല്ല, ചെറിയ ചെറിയ പീസസായിട്ടാക്കി കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അധികം അങ്ങോട്ട് മാഷ് ചെയ്യാത്തത് കേട്ടോ. എന്നിട്ട് പിന്നെ ഇത്തിരി ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് 2 ഉണക്ക ബ്രെഡ് കൂടി ഇരിപ്പുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ നേരത്തെ ഇങ്ങനെ ഉണക്കിയിട്ടേക്കൂലേ നമ്മൾ, അതൊന്ന് മിക്സിയിൽ കറക്കിയെടുത്ത് അതും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പോരാന്ന് തോന്നി. അപ്പോൾ പിന്നെ അടിച്ചെടുത്തത് മൊത്തത്തിലിട്ട്. അപ്പോൾ കട്ട്ലറ്റിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഫ്രൈ ചെയ്താൽ എണ്ണ ഒരുപാട് ആകും, റോജർ തൊടൂല. അതുകൊണ്ട് എനിക്ക് ഇത് ഇങ്ങനെ പിടിച്ച് ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വെറുതെ മുട്ടയിൽ മാത്രം മുക്കിയിട്ട് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു എളുപ്പം. പിന്നെ ബ്രെഡ് ക്രംസിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലും കപ്പയാണിത്. അപ്പം നമ്മൾ ക്രിസ്മസ് ഈവ് തന്നെ എല്ലും കപ്പയൊക്കെ കൂട്ടിയിട്ട് പപ്പ കഴിച്ചിട്ടാ. ഞാനൊരു ഇത്തിരി കഴിച്ച്, കുറച്ച് അധികം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പല്ലിൻ്റെ പ്രശ്നം കൊണ്ട് കുറച്ച് കഴിച്ച്. പിന്നെ ബാക്കിയുള്ള കരൾ കറി എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചായിട്ട്, വേറെ കറിയൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല.
അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കറികളെല്ലാം കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലേക്ക് മാറ്റി. കാരണം ഇനി അടുത്ത ദിവസം നമുക്ക് ബിരിയാണി മാത്രം വെച്ചാൽ മതി. പിന്നെ ഞാനൊരു ക്രീം കേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട്, ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ ദിവസം നടന്നില്ല. ഇത്രയും ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ടയേർഡായി. അങ്ങനെ നമ്മുടെ ഏറ്റവും അവസാനത്തെ നമ്മുടെ ക്ലീനിങ് ആണിത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയത് ഫ്രിഡ്ജിലുണ്ട്, കുറച്ച് കൂടുതലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് അത് എടുത്ത് ചൂടാക്കിയാൽ മതി, രാത്രി ചപ്പാത്തി വേണ്ട. റോജന് ചിക്കൻ കറിയ ഒന്നും ഞാൻ വെച്ചിട്ടില്ല, കാരണം ഈ കറികൾ കൂട്ടിയിട്ട് കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചിക്കൻ കറിക്കുള്ള സ്കോപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത്. പാത്രം കഴുകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പാത്രം കഴുകൽ നിസ്സാര പാത്രം കഴുകലായിരുന്നില്ല കേട്ടോ. ഒത്തിരി ഉണ്ടായിരുന്നു. അത് പല ബാച്ചായിട്ട് ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്നേച്ച്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പാത്രങ്ങളിൽ നിന്നൊക്കെ ഒതുക്കിയെടുത്ത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇത്രയും നേരം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ ഇത് ഞാൻ ഒറ്റക്ക് നിന്ന് ചെയ്ത കാര്യങ്ങളാണ്. എന്തോരം കാര്യങ്ങളാണ് ഈ പെണ്ണുങ്ങൾ ചെയ്ത് കൂട്ടണത്. നമ്മൾ ഈ ഫ്രീ ബേർഡായിട്ട് നടക്കുന്ന ഈ പെൺകുട്ടീനെ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ അവളുടെ ജീവിതം മരണം വരെ ഇത് തന്നെയാണ്. അവൾ പുറത്ത് ജോലിക്ക് പോയാലും അതും കൂടി ചെയ്യണം, പിന്നെ ഇതും കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഫുൾ ടൈം നമ്മളുടെ വീട്ടിലെ അംഗങ്ങൾക്ക് വേണ്ടി അങ്ങനെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്താണ് നമ്മൾ ജീവിക്കണം. പക്ഷേ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടെ പോയാൽ എങ്ങനെയാണ് ശരിയാവണത്, അങ്ങോട്ട് പോകണ്ട, അപ്പം ഞങ്ങളെന്ത് ചെയ്യും, ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്തു തരാൻ ആരുണ്ട്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മിക്ക സ്ത്രീകളും ഫേസ് ചെയ്യുന്നതാണ്. ഈ വർഷങ്ങളോളമുള്ള നമ്മളുടെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത്, അതിനകത്ത് നിന്ന് ഒരു വർഷത്തിൽ 2 ദിവസത്തെ ലീവ് പോലും നമുക്ക് കിട്ടുന്നുണ്ടോ? എവിടെയെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട് ഒരു ജോലിയില്ലാതെ നമ്മൾക്കിഷ്ടമുള്ള ഒരു എൻജോയ്മെൻറ്റ് നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് ഇല്ല. അത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം വീഡിയോകളിലൂടെ. ഭൂരിഭാഗം സ്ത്രീകളും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ചിന്തകൾ. ഇതിലും കഷ്ടമാണ് പുറത്ത് പോയി ജോലി എടുത്തിട്ട് വന്ന് വീട്ടിലെ ജോലികളും ചെയ്ത് വീട്ടിലെ ഒരു ജോലിയില്ലാതിരിക്കുന്ന ഭർത്താവിനും മക്കൾക്കും വെച്ച് വിളമ്പി കൊടുക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള സ്ത്രീകളും ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഓരോ ജീവിതങ്ങളെന്ന് പറയുന്നത് കൂടുതലും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് എങ്ങോട്ട് നോക്കിയാലും നമുക്ക് അതാ കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ ഈ ആയകാലം മൊത്തം ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്തെങ്കിലും ഒരാഴ്ച നമ്മൾ എവിടെയെങ്കിലും പോകുന്ന ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മുഖം മാറും. എല്ലാവരും പരാതി പറയാൻ തുടങ്ങും. കണ്ട ഞങ്ങളോട് എന്ത് ഉത്തരവാദിത്തമാണ് ഈ അമ്മക്കുള്ളത്, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചോദിക്കും. മക്കളും ഭർത്താവും എല്ലാവരും ചോദിക്കും. പക്ഷേ ഇത്രയും നാൾ ഉത്തരവാദിത്തത്തോടു കൂടി അവർ നമ്മളെ നോക്കി അവർക്ക് ഈ 10 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു ആഴ്ചത്തെ ലീവ് കൊടുക്കണ്ടേ എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഒരാളും ചിന്തിക്കൂല, ഒറ്റാളും ചിന്തിക്കൂല. എല്ലാവർക്കും അവരവരുടെ കാര്യം നടക്കുക. അതിനുശേഷം നമ്മൾക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഈ നമ്മൾ നേരത്തെ ചെയ്തതൊന്നും ആരും മനസ്സിൽ അത് സൂക്ഷിക്കാറില്ല. ചെയ്യാത്ത കാര്യങ്ങൾ മാത്രമേ സൂക്ഷിക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും പ്രായമായതിനു ശേഷമൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ പറയുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നേ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ അങ്ങനെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അത് 5:15 എൻ്റെ ജോലികൾ കുക്കിംഗ് കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞ്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ക്രിബ് ഒന്ന് അഴിച്ച് പണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്രിബിൻ്റെ പൊക്കത്തിലൊക്കെ വെച്ചിട്ട് അത് മറിഞ്ഞ് താഴെ വീണ് രാത്രി പൂച്ച കയറുന്നുണ്ട്. കാരണം നമ്മൾക്ക് കാണാൻ പറ്റില്ല, എല്ലാവരും കിടന്നു കഴിയുമ്പോൾ റൂബി മകത്തല്ലേ. പകൽ സമയത്ത് പൂച്ച ഈ കോമ്പൗണ്ടിൽ കയറൂല. രാത്രി ആരുമില്ലെന്ന് പൂച്ചക്കറിയാം. പൂച്ച വന്ന് കയറിയിട്ട് ഇതിലൊക്കെ ആകെ മെനക്കേടാക്കണം. അപ്പോൾ ഈ വലിയ രൂപങ്ങളുമാണ്, ഇത് പെട്ടെന്ന് മറിഞ്ഞ് വീണ് തലയെ കൊടിഞ്ഞു പോകൂലേ. അതുകൊണ്ട് ഞാൻ അതിനെ ആകെപ്പാടെ ഒറ്റ ഒരു ഇതിൽ മാത്രം കൂട് മാത്രം തൊഴുത്തു കൂടും മാത്രം ഒന്ന് മുകളിൽ വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം താഴെയാക്കി. അപ്പം മറിഞ്ഞ് വീണാലും അങ്ങനെ വലിയ ആഘാതം സംഭവിക്കില്ല. അങ്ങനെ പിന്നെ ഞാൻ പപ്പനെ വിളിച്ചിട്ട് ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കൂര കിട്ടിയില്ല കേട്ടോ, തൊഴുക്കൂടിൻ്റെ കൂര കിട്ടിയില്ല. അതെവിടെയോ മറിഞ്ഞ് ഇരിപ്പുണ്ട്. അപ്പോൾ പപ്പ ഈ പച്ചപ്പ് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതാണ് വെച്ചത്. അതിൻ്റെ മീതയിൽ
ഇത് വൈക്കോല് വെക്കണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ വേണ്ട, ഇത് തന്നെ നല്ല ഭംഗിയുണ്ട്, എപ്പോഴും വൈക്കോല് വേണ്ട, ഇത്തവണ ഇത് വള്ളിച്ചെടി കയറിയതായിട്ട് ഇരിക്കട്ടെ കൂരപ്പുറത്തേക്ക് എന്നും പറഞ്ഞിട്ട് അങ്ങനെ വെച്ച്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 22-ാം തീയതി തുടങ്ങിയിട്ട് അവിടെ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു 3:30-4:30 മണിയോടുകൂടി അവിടുത്തെ പാട്ടും കറങ്ങലും ഒക്കെ തുടങ്ങും. അപ്പോൾ ഇത് തുടങ്ങിയേക്കണേണ്. ഇപ്പം ഭയങ്കര ശബ്ദകോലാഹലമുണ്ട്, ഭയങ്കര ശബ്ദമാണ്. നമുക്ക് ഡോറ് തുറക്കാനേ പറ്റൂല, ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റൂല, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും നമ്മളുടെ നാട്ടിലെ ആഘോഷങ്ങളല്ലേ. നമ്മുടെ ഈ നാട്ടിലെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ സ്ഥലത്തും കേട്ടോ. പിന്നെ വിദേശത്തേക്ക് പോകണം, യൂറോപ്യൻ നാടുകളിൽ ഇതുപോലെ ആഘോഷങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഈ ഫോർട്ട് കൊച്ചിയിൽ മാത്രമേ ഇത്രയും വലിയ ആഘോഷമുള്ളൂ, വേറെ ഒരു സ്ഥലത്തും. ഇപ്പോൾ ഫോർട്ട് കൊച്ചി വിട്ട് ഒന്ന് തോപ്പുംപടിയിലേക്ക് നീങ്ങിയാൽ മതി, അപ്പം തന്നെ ഇരുട്ടാണ് എല്ലായിടത്തും, അധികം ലൈറ്റ് ഇതുപോലെയുള്ള ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ട് അവസ്ഥയെന്നൊന്നും പറയാൻ പാടില്ല. ശരിക്കും അതൊക്കെ എൻജോയ് ചെയ്യാതെ നിവർത്തിയില്ല. അങ്ങനെ ഇതൊക്കെ കുറച്ച് നേരം ആസ്വദിച്ചുകൊണ്ടിരുന്നു. പപ്പ വിളിച്ചിറക്കി നിർത്തിയതാണ് കേട്ടോ എന്നെ ആസ്വദിപ്പിക്കാൻ. കാരണം ഞാനിങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് പുള്ളി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളിനെ കൊണ്ട് നിർബന്ധപൂർവ്വം മുകളിലും താഴത്തൊക്കെ ഇടിച്ചില്ല. കാരണം ഇപ്പോൾ പുള്ളി റെസ്റ്റ് ടൈമാണല്ലോ. കഴിഞ്ഞ വർഷം വരെയൊക്കെ ജോലിയുടെ ടൈമിലല്ലേ, ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് വന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്തു തന്നുകൊണ്ടിരുന്നു വെച്ചത്. അപ്പോൾ ഇത്തവണ ഇപ്പോൾ സ്ഥിരമായിട്ട് വീട്ടിലുള്ളതുകൊണ്ട് തന്നെ കുറേ ജോലികളൊക്കെ പുള്ളി ചെയ്തു തന്നു. ലൈറ്റൊക്കെ മുകളിലൊക്കെ ഇട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇപ്പോൾ എല്ലായിടത്തും ലൈറ്റ് ഇട്ട്, എങ്കിലും കുറച്ചും കൂടിയൊക്കെ ഇടണമെന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, മാക്സിമം പുള്ളിക്ക് ചെയ്യാൻ പറ്റിയത് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. ഇനി കൂടുതൽ ചെയ്യിച്ച് പുള്ളിനെ കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച്. കാരണം മുകളിൽ കയറി ഇറങ്ങി വയർ വലിക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ ഇത്തിരി പാടാണ്. റോജറൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും ചെല്ലില്ല, റോജറിൻ്റെ വർക്കിലിരിക്കണേ. അപ്പോൾ ആരുമില്ല, ഞാനും ചെല്ലില്ല. അപ്പോൾ അതൊക്കെ വേണ്ടാന്ന് വിചാരിച്ച് കുറേ ഒക്കെ വേണ്ടാന്ന് പറഞ്ഞു. 1-2 സ്റ്റാറുകളൊക്കെ മുകളിലൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ചെയ്തില്ല. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞാൻ ആസ്വദിച്ച്. അപ്പോൾ ഇത് ബാറ്ററിയിൽ കത്തണണ്ട, നമുക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് അതങ്ങോട്ട് ഓഫ് ചെയ്യുക, ഇഷ്ടമുള്ള സമയത്ത് ഇടാം, അങ്ങനെയൊക്കെ എവിടെ വേണമെങ്കിലും ഇടാമല്ല, ബാറ്ററി ആയതുകൊണ്ടേ ഏത് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇടാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റ്. അങ്ങനെ അകത്തേക്ക് കയറി കുറച്ച് നേരം ഇതൊക്കെ വീണ്ടും ആസ്വദിച്ച്, എത്ര കണ്ടു കഴിഞ്ഞാലും മതിയാകൂല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അതുമൊക്കെ ആസ്വദിച്ച് അതിനുശേഷം ഇനി പാതിരക്കുർബാനക്ക് പോകണം. അപ്പം ഞാനിന്ന് ഒട്ടും റെസ്റ്റ് ചെയ്തിട്ടില്ല. 5:15 എൻ്റെ ജോലികൾ ചെയ്ത് തീർത്തെങ്കിലും മറ്റുള്ള ജോലികൾ പുറകെ വന്നു. അപ്പോൾ ഇന്നത്തെ ഡിന്നർ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇനി അടുത്തത് പള്ളിപ്പോക്കാണ്, മിഡ് നൈറ്റ് മാസിന് പോകണം. അപ്പോൾ ഞാൻ റോജറും കൂടി ഇതേ നേരത്തെ തന്നെ ഇറങ്ങി. കാരണം നമുക്ക് സീറ്റ് കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി നമ്മൾ നേരത്തെ ഇറങ്ങിയേക്കണേണ്. പപ്പ റൂബിനെ നോക്കി വീട്ടിൽ പപ്പ കിടന്നുറങ്ങണേണ്. ഞങ്ങൾ പപ്പനെ ശല്യം ചെയ്യാതെ തന്നെ ഡോറും ഒക്കെ ലോക്ക് ചെയ്ത് കീയൊക്കെ എടുത്തിട്ടാണ് വന്നേക്കണം. അപ്പോൾ നമ്മൾക്ക് തുറന്ന് കയറാമല്ല. റൂബി ആകെ വിഷമത്തിലിരിക്കണേണ്. എങ്കിലും വീട്ടിലൊരാളുള്ള ഒരു സമാധാനം നമുക്കുണ്ട്. അപ്പം നമ്മളുടെ വഴി കംപ്ലീറ്റ് ഇങ്ങനെ അലങ്കരിച്ചേക്കണം കേട്ടോ. എല്ലാ വീടുകളും സീരിയൽ ലൈറ്റ് കൊണ്ട് മൂടിയിട്ടേക്കണേന്ന് വേണം പറയാം. ഇത് കണ്ടോ, മൂടിയിട്ടേക്കണേണ്, മിക്ക വീടുകളും മൂടിയിട്ട് അത്രയും ലൈറ്റ്. നമ്മുടെ വീട്ടിലൊക്കെ ഒട്ടും തന്നെ ലൈറ്റ് ഇല്ല. അപ്പോൾ ഇത് വളരെ കുറച്ച് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഒരുപാട് കാഴ്ചകളാണ് ഫോർട്ട് കൊച്ചിയിൽ. അയ്യോ, ആ വീടിൻ്റെയൊക്കെ ഫുള്ളിങ്ങനെ മൂടിയിട്ടേക്കണേ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് ലൈറ്റ് ഇടണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ എനിക്കുണ്ട്. ഇതുവരെ സാധിച്ചിട്ടില്ല, എന്തെങ്കിലും സാധിപ്പിക്കണം. അങ്ങനെ നമ്മൾ പള്ളിയിൽ നേരത്തെ തന്നെ എത്തിയ റോജർ 2 സീറ്റൊക്കെ പെട്ടെന്ന് തന്നെ 2 ചെയറൊക്കെ പോയി എടുത്തുകൊണ്ട് വന്ന് എനിക്ക് റോജറിനൊക്കെ ഇട്ട് ഞങ്ങൾ നേരെ ഫ്രണ്ടിൽ വന്നിട്ട് ഇരുന്നിട്ട്. അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഒട്ടും നമുക്ക് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തിരിക്കണത്. തുറക്ക് തത്തമ്മോ. സമയം എത്ര മണിയായില്ലേ? 1:30. എവിടെയുടെ മുത്തിനെ കാണട്ടെടാ. അമ്മിയുടെ മുത്ത്, അമ്മി വന്നേ. വാ, നമുക്കകത്ത് പോകാം. വാ, നമുക്കകത്ത് പോകാം. പിന്നെ വാ, അമ്മിയുടെ മുത്ത് വാ, അമ്മിയുടെ മുത്ത് വാ.
അമ്മിയുടെ മുത്ത് വാ, ലൈറ്റൊക്കെ ഓഫ് ചെയ്യണം. അമ്മിയുടെ മുത്ത്, അമ്മിയുടെ മുത്ത്, അമ്മിയുടെ തൊട്ട. അമ്മിയുടെ മുത്ത്, അച്ഛോ, അമ്മിയുടെ മുത്ത്, അമ്മിയുടെ മുത്ത്, അമ്മിയുടെ മുത്ത്. ഷോളില്ല കൊച്ചിന്. ഷോളെടുത്തോ, ഷോളെടുത്തോ കേട്ടാ. കുഞ്ഞിക്ക് എന്താണ് നോക്കിയിരിക്കണല്ലേ. അമ്മിടെ മുത്ത്, അമ്മിടെ മുത്ത്, മമ്മി വന്നില്ല, വന്നില്ല. ഇത് കൊച്ചു മമ്മി ചാച്ചുടാ, കൊച്ചു മമ്മി ചാച്ചു, ചാച്ചവന്ന. അങ്ങനെ റൂബി ഞങ്ങൾ വരണവരെ അവിടെ തന്നെ ജനാലിൻ്റെ അരികിൽ പുറത്തേക്ക് നോക്കിയിരുന്നെന്ന് പപ്പ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പ തന്നെ കിടന്ന്. അപ്പം കിടന്നുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പം തന്നെ ഉറങ്ങി. അങ്ങനെ ഞാൻ റോജറും കൂടി കേക്ക് കട്ട് ചെയ്ത്, നമ്മൾ ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോൾ അന്ന് രാത്രി കേക്ക് കട്ട് ചെയ്യും. എല്ലാവരും ഒക്കെ ഒന്നിച്ചിരുന്ന് കഴിക്കണം. പപ്പയൊന്നും വന്നൊന്നുമില്ല. പപ്പ അല്ലെങ്കിൽ കേക്ക് ഇത് എല്ലാ ദിവസവും ഉണ്ടാക്കിയപ്പോൾ മുതലേ കഴിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. റോജർ കഴിച്ചിട്ടേ ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ റോജർ പറഞ്ഞ് കേക്ക് കട്ട് ചെയ്തു, ഞാൻ കഴിക്കാം. അപ്പോൾ റോജർ കേക്ക് ഒട്ടും തന്നെ കഴിച്ചിട്ടുണ്ടാകുന്നില്ല, കഴിക്കാറില്ല ഇപ്പോഴായിട്ട്. അപ്പോൾ ഇത്തവണ 2 പീസ് കേക്ക് കഴിച്ച് പിന്നെ വൈനും കൂടി എടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ വൈനൊക്കെ എടുത്ത് ഞാനും റോജറും കൂടി കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് ഏകദേശം 2 മണിയാറായപ്പോഴാണ് കിടക്കാൻ പോയത്. പിന്നെ അതിന് ശേഷം എനിക്ക് കുറേ വാട്സാപ്പിൽ കുറേ മെസ്സേജസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഏകദേശം റിപ്ലൈ എല്ലാം കൊടുത്ത് 3 മണിയായി ഞാൻ കിടക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് തീർന്ന്. ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്